ഇത് 2025 പുണ്യനബി ജനിച്ചത് ക്രിസ്തബ്ദം 570 മെയ് 5 തിങ്കളാഴ്ചയാണ്. 570 മെയ് 5 തിങ്കളാഴ്ച, അതായത് ഹിജറക്ക് 53 കൊല്ലം മുമ്പ് റബീഉൽ അവ്വൽ 12. ഇതെങ്ങനെ രേഖാപരമായി വന്നു എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടത്തിൽ ചരിത്രം ഇത്ര കൃത്യമായി രേഖപ്പെടുത്തുന്ന ഒരു സംസ്കാരം പോലുമില്ല. ഗജവർഷം, ആനക്കലഹ നടന്ന അബ്രഹത്തിന്റെ കഅബ പൊളിക്കൽ സംഭവം അതരങ്ങേറിയ ആ കൊല്ലത്തെ റബീഉൽ അവ്വലാണെന്ന് സീറയിലുണ്ട്. ആ റബീഉൽ അവ്വൽ 12 ഒത്തുവരുന്ന ഗ്രിഗോറിയൻ നമ്മുടെ കലണ്ടറിലെ കാലാവധി 570 ഏപ്രിൽ 5. ഇത് 1500ാമത് ആണ്ടാണെന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പൊരുൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പുണ്യനബി ജനിച്ചത് മുതൽ ഇനി വരുന്ന റബീഉൽ അവ്വൽ വരെയുള്ള ദിവസങ്ങൾ നമ്മൾ എണ്ണി നോക്കിയാൽ, കഴിഞ്ഞ റബീഉൽ അവ്വൽ 12 2024 സെപ്റ്റംബർ 16 1499 മീലാദ്. പുണ്യനബി ജനിച്ചിട്ട് 5,31,196 ദിവസവും 13 മണിക്കൂറും. ലോകത്തേതെങ്കിലും നേതാവിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമോ? ചരിത്രത്തിലെ രേഖയാണ്. 2024 സെപ്റ്റംബർ 16 കേരളത്തിൽ റബീഉൽ അവ്വൽ 12 ആചരിക്കുമ്പോൾ 1499 ജന്മദിനം ആചരിക്കുമ്പോൾ പുണ്യനബി ജനിച്ചിട്ട് 5,31,101 ദിവസവും 5,31,196 ദിവസവും 13 മണിക്കൂറും. ചന്ദ്രവർഷപ്രകാരം, സൗരവർഷപ്രകാരം കണക്ക് കൂട്ടി നോക്കി അത് കൃത്യമാണോ അല്ലേ? 570 മെയ് 5 മുതൽ 2024 സെപ്റ്റംബർ 16 നോക്കൂ, 5,31,195 ദിവസവും 75 മിനിറ്റും. എത്ര കൃത്യമാണ് ആ കണക്ക്? മറ്റതിൽ 196 ദിവസം 13 മണിക്കൂർ, ഇത് 195 ദിവസം 75 മണിക്കൂർ. 5,31,100 ദിവസം എന്നുള്ളതിൽ മാറ്റമില്ല. മണിക്കൂറുകളുടെ വ്യത്യാസം ഗ്രിഗോറിയൻ കലണ്ടറും സീറയിൽ പറയുന്ന കണക്കും തമ്മിൽ. ഞാനിതിന്റെ കണക്ക് ധാരാളം സാധാരണക്കാരുള്ള, അല്ലെങ്കിൽ ഈ വിഷയത്തോട് അത്ര താല്പര്യമില്ലാത്തവർ ഒരുപക്ഷെ ഉണ്ടായേക്കാം. അവർക്ക് മുമ്പിൽ രംഗബോധമില്ലാതെ പറയുകയല്ല. ഈ ഹിസ്റ്റോറിസിറ്റി എന്ന് പറയുന്നത് പ്രവാചകനെ ഇത്രത്തോളം സുതാര്യമായി അവകാശപ്പെടാൻ പറ്റൂ എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ പറയുന്ന കണക്ക് അത്ര കൃത്യമാവണമെന്നില്ല. ഗവേഷണ വിഷയമാണ്, ഞാനതിൽ ഇടപെട്ട് പറയുകയല്ല. കോസ്റ്റോ വാൻ പേഴ്സൺ എന്ന ഫ്രഞ്ച് ഹിസ്റ്റോറിയൻ എഴുതിയ ഒരു കണക്കാണ് അധിക പുസ്തകങ്ങളിലും വെബ്സൈറ്റിലും AI ChatGPT-യിലും നമ്മുടെ തന്നെ പല മലയാള ഇംഗ്ലീഷ് പുസ്തകങ്ങളൊക്കെ കൊടുക്കാറുള്ളത്. 571 ഏപ്രിൽ 20 എന്ന്. അത് ശരിയല്ല. ഏപ്രിൽ 20-നല്ല, ഏപ്രിൽ 21-നല്ല, ഏപ്രിൽ 24-നല്ല, ഏപ്രിൽ 18-നല്ല, 571-ലുമല്ല, 570-ലാണ്. പിന്നീട് നമ്മൾ മുസ്ലിം ചരിത്രങ്ങളിൽ കാണുന്ന ദിവസ വ്യത്യാസം റബീഉൽ അവ്വലിന്റെ കാര്യത്തിലാണ്. നാം കേരളത്തിലെ മലയാളി സമൂഹം, പ്രത്യേകിച്ച് മഹത്തായ സമസ്തയുടെയും എല്ലാം ഉലമാക്കൾ കാലങ്ങളായി നബിദിനം ആചരിക്കാറുള്ളത് റബീഉൽ അവ്വൽ 12-നാണ്. സീറയിൽ റബീഉൽ അവ്വൽ 8 എന്ന അഭിപ്രായമുണ്ട്, 12 എന്ന അഭിപ്രായമുണ്ട്, 14 എന്ന അഭിപ്രായമുണ്ട്. പക്ഷെ റബീഉൽ അവ്വൽ 8 ആകുമ്പോൾ അത് തിങ്കളാഴ്ചയോടൊക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. റബീഉൽ അവ്വൽ 14 ആകുമ്പോഴും അത് തിങ്കളിനോടൊക്കുന്നില്ല. തിങ്കളാഴ്ച അങ്ങന്തുകൊണ്ട് നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന് കാരണം പറഞ്ഞത് അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്ന് കൂടിയാണ്. ഇപ്പൊ തിങ്കളിലാണ് ജന്മം എന്നുള്ളത് നിരാക്ഷേപം അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. റബീഉൽ അവ്വൽ 8-നായാലും അത് തിങ്കളാവുന്നില്ല, റബീഉൽ അവ്വൽ 14-നായാലും തിങ്കളാവുന്നില്ല. തിങ്കളാവണമെങ്കിൽ 12 ആവണം. അത് 571-ലെ തിങ്കളായത് കൊണ്ട് കാര്യമില്ല. 571 ഏപ്രിൽ 20 തിങ്കളല്ല. ഏപ്രിൽ 24 റബീഉൽ അവ്വൽ 12 ആണ്, പക്ഷേ അന്ന് വെള്ളിയാണ്.
ഏപ്രിൽ മറ്റൊരു ദിവസം തിങ്കളാണ്, പക്ഷേ അന്ന് റബീഉൽ അവ്വൽ 12 അല്ല. ഞാൻ അതിന്റെ സങ്കീർണതയിലേക്ക് പോവുകയല്ല. സീറത്തുൽ ഹലബി, അതേപോലെ ഇബ്നു ഹിഷാം, ഇബ്നു ഇസ്ഹാഖ്, തഫ്സീറുകൾ, ചരിത്രം ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെടുന്ന ആ സംസ്കാരം വരുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കുറിച്ചിടപ്പെട്ട ഹദീസിന്റെയും അതിന്റെ വിശദീകരണങ്ങളുടെയും കിതാബുകൾ, തഫ്സീറുകൾ, പ്രത്യേകിച്ച് സൂറത്തുൽ ഫീലിന്റെ തഫ്സീറുകൾ, ഇതൊക്കെ അന്ന് പുണ്യ നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾ. അതൊരു ഏകദേശ കണക്കല്ല എന്ന് ഇന്ന് കലണ്ടറിന്റെ ക്രോണോളജി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയാണ്. ഞാനതിലെ ചില കൗതുകങ്ങൾ മാത്രം പറയുന്നു. ഇപ്പൊ നോക്കൂ, 609 ആഗസ്റ്റ് മാസം 25 റമദാൻ 17 ഗാർ സൗറിൽ അല്ല ഗാർ ഹിറായിൽ ഇരിക്കവേ പുണ്യ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹിയുണ്ടാകുന്നത്. 40-ാം വയസ്സിൽ നുബുവത്ത് കിട്ടി എന്ന് വെറുതെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. 40 വയസ്സും 6 മാസവും 12 ദിവസവുമാണെന്ന് കണക്ക്. 40 വയസ്സ് 6 മാസം 12 ദിവസം. 609 ആഗസ്റ്റ് 25 റമദാൻ 17. അതിനിടയിൽ ഇപ്പോ ഈ ന്യൂമോൺ ചന്ദ്രവാദികൾ ഉണ്ടല്ലോ, മണിക്ഫാനികൾ, ഡോക്ടർ കുട്ടി ഫാറൂഖി, ഞാൻ വ്യക്തിയാക്ഷേപം നടത്തുകയല്ല, അവരൊക്കെ ഈ വിഷയത്തിൽ കൃത്യമല്ലാത്ത അഭിപ്രായം പ്രചരിപ്പിക്കുന്നു. PPA കരീം ഡോക്ടർ, പൗർണമി രാവിലാണ് പ്രവാചകൻ ജനിച്ചത്, റബീഉൽ അവ്വൽ 14 എന്നൊക്കെ ശരിയല്ല. അവർ അതിനെ ന്യായം പറയുന്നത് പൂർണ്ണചന്ദ്രൻ ഉള്ള ദിവസത്തിലാവണമല്ലോ പുണ്യനബിയുടെ ജന്മം എന്നുള്ളതാണ്. സിറാജൻ വഹാജ എന്ന സൂര്യനെയും ഖമറൻ മുനീറ എന്ന നിലാവിനെയും കുറിച്ച് പറഞ്ഞ ഖുർആൻ പുണ്യനബിയെ കുറിച്ച് പറയുന്നത് സിറാജൻ മുനീറ എന്നാണ്. അലയിക്കണം. സൂര്യനെ കുറിച്ച് ഖുർആൻ പറഞ്ഞു സിറാജൻ വഹാജ, നിലാവിനെ കുറിച്ച് പറഞ്ഞു ഖമറൻ മുനീറ, പുണ്യനബിയെ കുറിച്ച് പറഞ്ഞു സിറാജൻ മുനീറ. പുണ്യനബി സിറാജാൻ, മുനീറാൻ, സൂര്യനുമാണ് ചന്ദ്രനുമാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അങ്ങ് ഉമ്മയാണോ ബാപ്പയാണോ? ഐ ആം കൺഫ്യൂസ്ഡ്. അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ. ഇവിടെ ഖുർആൻ അതല്ല പ്രയോഗം. സൂര്യനുമാണ് ചന്ദ്രനുമാണ്. അങ്ങനെ ഒരു പൂർണ്ണ നിലാവായി നബിയുദിച്ച രാവ് വേറെ ഒരു നിലാവിന്റെയും പൗർണമിയുടെയും ആവശ്യമില്ല. അതാണ് യുക്തം. അതുകൊണ്ടാണ് 14 രാവ് അല്ലാതിരുന്നത്, 12 രാവിലായത്. റമദാൻ 17. അപ്പൊ ലൈലത്തുൽ ഖദർ 27 എന്ന് ചോദിച്ചാൽ അതിന് പണ്ഡിതന്മാർ അതിനെ ജംഅ ചെയ്തിട്ടുള്ളത് വിശുദ്ധ ഖുർആൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് ഇറങ്ങിയ ദിവസമാണ് ലൈലത്തുൽ ഖദറിനോട് യോജിക്കുന്ന ദിവസം. പുണ്യ നബിയിലേക്ക് വഹിയുണ്ടായ ദിവസം ബദർ നടന്ന ദിവസത്തിന് യോജിക്കുന്ന ദിവസമാണ്. റമദാൻ 17 തിങ്കളാഴ്ചയാണ്. ഞാൻ അവിടെ തന്നെ കറങ്ങി നേരം കളയുകയല്ല, നമുക്ക് കുറച്ച് ഭാഗങ്ങൾ പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോ 570 മെയ് 5 ജനിക്കുന്നു. 40 വയസ്സും 6 മാസവും 12 ദിവസവുമായ സമയത്ത്, അത് ആഗസ്റ്റ് 25 എന്നുള്ളതും കൃത്യമാണ്. ഇപ്പോ ഈ മുബാറക് ഫൂരി വളരെ സുപ്രസിദ്ധനായ പണ്ഡിതൻ തന്നെയാണ് ഉത്തരേന്ത്യയിലെ. റഹീഖുൽ മഖ്തൂമിൽ അദ്ദേഹം ആഗസ്റ്റ് 10 എന്നാണ് പറയുന്നത്. അത് കൂടുതൽ കൃത്യമായ സമീകരണത്തിൽ ശരിയാവണമെന്നില്ല. മഹാപണ്ഡിതൻ അലീമിയാൻ അബുൽ ഹസൻ അലൈ അൻ-നദവി റഹിമഹുല്ല, അദ്ദേഹം ആഗസ്റ്റ് 6 എന്നാണ് പറയുന്നത്. അതും കൃത്യമായ സമീകരണത്തിൽ ശരിയാവണമെന്നില്ല. ആഗസ്റ്റ് 25 609 ആഗസ്റ്റ്, റമദാൻ 17. ഈ കണക്കാണ് കൃത്യമെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ, നോക്കൂ, ഇന്ന് 10,000-കണക്കിന് കൊല്ലങ്ങൾക്ക് ശേഷം ഇനി സംഭവിക്കുന്ന സൂര്യഗ്രഹണം എപ്പോഴാണ്, ചന്ദ്രഗ്രഹണം എപ്പോഴാണ് എന്ന് ഇന്നേ നമുക്ക് ശാസ്ത്രീയമായി പ്രവചിക്കാൻ കഴിയുമല്ലോ. ആസ്ട്രോണമിക്കൽ സൈറ്റുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും. എന്നതുപോലെ എന്നൊക്കെയായിരുന്നു, എവിടെയൊക്കെയായിരുന്നു ഭൂമിയിൽ സൂര്യഗ്രഹണം ഉണ്ടായിരുന്നത്, കഴിഞ്ഞുപോയത് എന്നും നമുക്കിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമുക്കറിയുന്ന പ്രവാചക ജീവിതത്തിലെ ഒരു സംഭവമുണ്ടല്ലോ.
പുണ്യനബിയുടെ ആൺകുട്ടികൾ പെടുന്നനെ വഫാത്തായി പോയിട്ടുണ്ട്. മാരിയത്തുൽ ഖിബ്തിയ എന്ന് പറയുന്ന ഒരു പുണ്യനബിയുടെ പത്നിയിൽ പുണ്യനബിക്കുണ്ടായ മകനായിരുന്നു ഇബ്രാഹിം. ഇബ്രാഹിം പെടുന്നനെ മരണപ്പെട്ടു പോയി. ഇബ്രാഹിം മരണപ്പെട്ട ദിവസം മദീനയിൽ സൂര്യഗ്രഹണം ഉണ്ടായി. സൂര്യഗ്രഹണം ഉണ്ടായപ്പോ മദീനയിലെ വിശ്വാസികളിൽ പലരും പ്രചരിപ്പിച്ചു, കണ്ടില്ലേ പുണ്യനബിയുടെ പുത്രൻ വഫാത്തായതിനെ തുടർന്ന് പ്രകൃതി പോലും ദുഃഖിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ സൂര്യഗ്രഹണം. തന്റെ പേരിൽ കെട്ടുകഥയും ഊഹാപോഹവും പ്രചരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ നേതാവ് മിമ്പറിൽ കയറി, മദീനയിലെ മിമ്പറിൽ കയറി. മാബൈന ബൈത്തി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ മിമ്പറിൽ കയറി. മിമ്പരി അലാ ഹൗലി, എന്റെ മിമ്പർ ഹൗദുൽ കൗസറിന്റെ മീതയാണ് എന്ന് പറഞ്ഞ മിമ്പറിൽ കയറി. മദീനയിൽ പോയാൽ മാർബിൾ അല്ല കാണേണ്ടത്, ഓട്ടോമാറ്റിക്കലി ചൂട് വരുമ്പോ നിവരുന്ന കുടയല്ല കാണേണ്ടത്, ചന്തി പിറകെ പിടിച്ച് സെൽഫി എടുക്കാനല്ല മദീനയിൽ പോകേണ്ടത്. മദീനയിൽ പോകേണ്ടത് ഇതോർക്കാനാണ്. മിമ്പരി അലാ ഹൗലി, ഞാൻ ഈ കയറി നിൽക്കുന്ന മിമ്പറാണ് മഹ്ശറിൽ ഏദൻ മുതൽ ഈല വരെ നീണ്ടുകിടക്കുന്ന, ആകാശത്തെ എത്ര നക്ഷത്രങ്ങളുണ്ടോ അത്രയും കോപ്പകൾ, നക്ഷത്ര തുല്യമായ കോപ്പകളെ കൊണ്ട് മലായിക്കത്തെ സപ്ലൈസ് ആയിട്ടുള്ള പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ബാലന്മാർ സപ്ലൈസ് ആവുന്ന, വളണ്ടിയേഴ്സ് ആവുന്ന ഹൗദുൽ കൗസറിന്റെ മീതയാണ് എന്റെ മിമ്പർ ഉള്ളത്. ആ മിമ്പറിൽ കയറി എന്നിട്ട് പറഞ്ഞു, സൂര്യനും ചന്ദ്രനും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്. അതിന്റെ ഉദയാസ്തമനങ്ങൾക്ക്, അതിന്റെ ഗ്രഹണ നിഗ്രഹണങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയുടെ ജനമൃതികളുമായിട്ട് ബന്ധമില്ല. ഇവിടെ നമ്പൂതിരി പറഞ്ഞല്ലോ, നടപ്പുമായി ബന്ധമില്ല, ഇരിപ്പുമായി ബന്ധമില്ല, കിടപ്പുമായി ബന്ധമില്ല, ജനമൃതികളുമായി ബന്ധമില്ല. തിരുത്തി. ആ സംഭവമുണ്ടായത് പുണ്യനബി ജനിച്ചത് 570 മെയ് 5-നാണെങ്കിൽ ആ സംഭവം ഉണ്ടായത് ക്രിസ്തബ്ദം 632 ജനുവരി മാസം 1-ാം തീയതിയാണ് ആ സംഭവം ഉണ്ടാകുന്നത്, ഹിജറ കണക്ക് കൂട്ടിയാൽ. പക്ഷെ ഇന്ന് സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും, പുണ്യനബിയുടെ പുത്രൻ വഫാത്തായ ദിവസം മദീന ഉൾക്കൊള്ളുന്ന ഹിജാസിലെ സൗദി അറേബ്യയുടെ പൊസിഷൻ സൂര്യഗ്രഹണത്തിന്റെ ചുവട്ടിലായിരുന്നു. എത്ര കൃത്യമാണ് കണക്ക്! അതാണ് ഞാൻ വെറുതെ ആവേശത്തിന് പറഞ്ഞതല്ല. ഹിസ്റ്റോറിസിറ്റി എന്ന് പറഞ്ഞാൽ കൊത്തൊന്ന് കഷ്ണം രണ്ട് വാക്കില്ല, തെറ്റാത്ത ഗണിതമാണ്. ഗ്രഹണമുണ്ടായി എന്ന് ഹദീസിൽ വരുന്നു. ഗ്രഹണമുണ്ടായ ദിവസം ഏത് എന്ന് സീറയിൽ വരുന്നു. സീറയിൽ വരുന്ന അറബ് കണക്കും അതിന്റെ ഇന്നത്തെ ഗ്രിഗോറിയൻ കണക്കും സമീകരിക്കപ്പെടുന്നു. ഗ്രഹണത്തിന്റെ നാൾവഴികൾ ആസ്ട്രോണമേഴ്സ് രേഖപ്പെടുത്തുന്നു. നോക്കുമ്പോ പുണ്യനബിയുടെ പുത്രൻ വഫാത്തായ ഇബ്രാഹിം വഫാത്തായ പുണ്യനബി കരഞ്ഞൊരു ദിവസമാണത്. ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹസൂനൂൻ. ഇബ്രാഹിമിന്റെ പൊന്നുമോന്റെ മയ്യത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് പുണ്യനബി വേപതുകൊണ്ടു വിങ്ങിപ്പൊട്ടി ഗദ്ഗദ കണ്ഠനായി. പൊന്നുമോനെ ഇബ്രാഹിം, ഇന്നാ ബിമൗതിക യാ ഇബ്രാഹിം ലമഹസൂനൂൻ, ദുഃഖമുണ്ട് ഇബ്രാഹിമേ, നീ പോയി കളഞ്ഞല്ലോ നേരത്തെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഗ്രഹണമായിരുന്നു. അതേപോലെ ആ ദിവസം നമുക്ക് ഒന്നുകൂടി കറക്റ്റ് ചെയ്യാനുണ്ട്. മിനിറ്റ്. നിര്യാണ ദിവസം ഞാൻ ജനുവരി 1 632 എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. ജനുവരി 27 632 പറയുമ്പോ ഒരു നെയ്യത്ത് വെച്ചിട്ട് പറയുകയാണല്ലോ. ജനുവരി 1 അല്ല, 632 ജനുവരി 27 ആ സംഭവം ഉണ്ടാകുന്നത്. കണക്ക് വായിച്ചു പോയാൽ 632 പ്രവാചകന്റെ ജീവിതത്തിലെ നിർണായകമായ വർഷമാണ്. അതെ, 632 മാർച്ച് 5-ാം തീയതി വ്യാഴാഴ്ചയാണ് പുണ്യനബിയുടെ ഹജ്ജത്തുൽ വിദായിലെ അറഫ പ്രഭാഷണം നടക്കുന്നത്. ഇസ്ലാം ഏകദേശം സമ്പൂർണമാവാൻ പോവുകയാണ്. തന്നെ ആട്ടിപ്പായിച്ച നാട് ഫത്ഹു മക്ക അതിന്റെ മുമ്പേ കൊല്ലത്തിൽ അധീനതയിലേക്ക് വന്നു. ലോകം മുഴുവനും
പുണ്യനബി കൊളുത്തിയ പ്രകാശമെത്തി, ദീപാങ്കുര വട്ടമെത്തി. ഫിലിപ്പ് കഹിറ്റിയുടെ അഭിപ്രായ പ്രകാരം അന്ന് ഭൂമിയിൽ 12 കോടി മനുഷ്യരാണ് ഉണ്ടായിരുന്നത്. ഇന്ന് ഭൂമിയിൽ ഏകദേശം 800 കോടി മനുഷ്യർ എന്ന് പറഞ്ഞതുപോലെ പുണ്യനബി ഹജ്ജത്തുൽ വിദാഇന്റെ ആ പ്രഭാഷണം നിർവഹിക്കുന്ന ആ കാലയളവിൽ ദ ഹിസ്റ്ററി ഓഫ് അറബ്സ് എഴുതിയ ഫിലിപ്പ് കഹിറ്റിയുടെ അഭിപ്രായ പ്രകാരം 12 കോടി മനുഷ്യരാണുള്ളത്. മനുഷ്യരുടെ ഭൂമിയുടെ ചരിത്രം പിറകിലേക്ക് പോകുന്തോറും പോപ്പുലേഷൻ കുറഞ്ഞു വരും. അത് ഖുർആന്റെ ഒരു സത്യതയുടെ അടയാളം കൂടിയാണ്. ഖുർആൻ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദഖരിൻ വ ഉൻഥ. നിങ്ങളെ ഞാൻ സർജനം ആരംഭിച്ചത്, മനുഷ്യവംശത്തിന്റെ ആരംഭം ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. 2 4 4 8 8 16 32 64 അങ്ങനെയാണ് കൂടിയത്. ആ ഘടനയാണ് ഇവിടെയും ഉള്ളത്. ഇന്ന് 800 കോടി ഏകദേശം, അന്ന് 12 കോടി. ആ സംഭവം ഉണ്ടാകുന്നത് ലിയുബല്ലിഗുന ഷാഹിദുനിൽ ഗായിബ, പുണ്യനബി ഇസ്ലാമിക ദഅവത്തിന്റെ സമ്മതം കൊടുത്ത മഹാദിവസം. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ സമ്പൂർത്തീകരണത്തിന്റെ വിളംബരം മുഴങ്ങിയ ദിവസം. അന്ന് എല്ലാവരും ചിരിച്ചപ്പോൾ ഇത് പുണ്യനബിയുടെ വഫാത്തിന്റെ സൂചനയാണെന്ന് മനസ്സിലാക്കി ഏങ്ങി സിദ്ദീഖ് കരഞ്ഞ ദിവസം. ആ സിദ്ദീഖ് കരഞ്ഞ ദിവസം 5/3/632 മാർച്ച് മാസം 5-ാം തീയതി വ്യാഴാഴ്ച. അത് കഴിഞ്ഞിട്ട് 3 മാസവും 3 ദിവസവും കഴിഞ്ഞ് 632 ജൂൺ 8-ന്, ആലോചിച്ച് നോക്കണം, 632 ജൂൺ 8-ന് റബീഉൽ അവ്വൽ 12-ന് അള്ളാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്നും വഫാത്തായി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 632 ജൂൺ മാസം 8-ാം തീയതി തിങ്കളാഴ്ച. ഞാൻ ആ ഭാഗം ആവേശം കയറി പറയുകയല്ല, ഇതെത്ര കൃത്യമാണ്. ഈ കൃത്യത ലോകത്ത് വേറൊരു നേതാവിന് പറയാനില്ല എന്ന് പറയുന്നത് പോലും അനുചിതമല്ലേ? ഇത്ര കൃത്യമായ ചരിത്രമുള്ള ലോക നേതാവ് വേറെ ഇല്ല എന്ന് പറയുന്നത് പോലും അനുചിതമല്ലേ? അങ്ങനെ പറയേണ്ടതുണ്ടോ?